എല്ലാവരും ആഹാരം കഴിച്ചിട്ടേ പോകാവൂ. വരട്ടെ. അച്ഛാ, എല്ലാവരും എന്തിനാ അച്ഛന്റെ പുറകെ നടക്കുന്നേ? എല്ലാവർക്കും ആഹാരം കൊടുക്കണം. ഞാനുണ്ടെന്നുള്ളതാണ് അവരുടെ ധൈര്യം. നിങ്ങളെ വിജയിപ്പിച്ചത്, എന്നെ തോൽപ്പിച്ചത് എല്ലാ ദേവനല്ലേ. അതുകൊണ്ട് ആ ദേവന്റെ മുന്നിൽ വെച്ച് എന്നെ നിങ്ങളെ ആദരിക്കാമെന്ന് വെച്ചു. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോ എന്ത് ആനന്ദമുണ്ടോ, വേണ്ടി മരിക്കുമ്പോ പോലും എനിക്ക് അതേ ആനന്ദമാണുള്ളത്. നീ എത്ര വളർന്നാലും വീര, നിന്റെ അനുജത്തി മറക്കരുത്. ഇല്ല അച്ഛാ, അനിയത്തെ നോക്കാൻ എന്നും ഞാനുണ്ടാവും അച്ഛാ. അവൾ എന്റെ കൂടപ്പുറപ്പാണ് അച്ഛാ. പെങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ച അവരെ ഞാൻ വെറുതെ വിടത്തില്ല. അച്ഛാ, സത്യ, അമ്മ എന്നെ തല്ലും. എനിക്ക് പേടിയാ. പേടിക്കണ്ട സത്യ, വാ. ഞാൻ വരില്ല. എന്തിനാ വന്നേ? ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാച്ചിട്ട്. അവിടുന്ന് ഞാൻ അവസാനമായിട്ട് വന്നതാ. വീണ്ടും വരില്ല. ആ പിള്ളേർക്ക് പിന്നെ ആരാ പറയുന്നത് കേൾക്ക്. പിള്ളേർക്ക് എന്ത് ചെയ്യണമെന്നാ? സ്വത്തിന്റെ വലിയൊരു പങ്ക് നാട്ടുകാർക്ക് കൊടുത്തില്ലേ? ബാക്കിയൊക്കെ ആൺപിള്ളേർക്കും. ആരും ഇല്ലാതായത് അവരുടെ വിധി. ആ പിള്ളേരെ ഞാൻ എന്തിനാ നോക്കുന്നേ? ഓടാ എന്റെ മുന്നിൽ നിന്ന്. ചിറ്റേ, ചിറ്റേ, സ്വത്തിന്റെ ആധാരങ്ങളാ എടുത്തോ. ഞങ്ങൾക്കൊന്നും വേണ്ട. ചിറ്റേ മാത്രം മതി. എടുത്തോ ചിറ്റേ. കേട്ടില്ലേ മോളെ, അവരെത്ര സ്നേഹത്തോടെ വിളിക്കുന്നത്. നിങ്ങളൊന്നും മിണ്ടാതിരി. പിള്ളേരെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എടാ, ഇവിടുന്ന് പോകുന്നോ അതോ ഞാൻ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടണോ? വേണ്ട ചിറ്റേ, ഞങ്ങള് പോയിക്കോളാം. ചേട്ടാ, ആ സത്യ, അമ്മയോട് പറഞ്ഞ നീ ഞങ്ങളുടെ കൂടെ വാ. അമ്മ എന്നെ തല്ലോന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പോന്നേനെ. അച്ഛന് കൊടുത്ത വാക്ക് പ്രകാരം ഞാൻ എന്നും നിന്റെ കൂടെ നിഴല് പോലെ ഉണ്ടാവും. നിന്റെ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നപ്പോ അയാളെ നീ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി എപ്പോഴോ പ്രാക്ടീസ് നിർത്തിയിരുന്ന നീ വീണ്ടും ഡോക്ടറായി. സഹോദരനെ രക്ഷിക്കാൻ നീ ഡോക്ടറുടെ ധർമ്മം പാലിച്ചു. എന്നാൽ സഹോദരനാണെന്നുള്ള കാര്യം പറയാതിരുന്നത് തീരെ ശരിയായില്ല മോളെ. ഞങ്ങളുടെ മോന് നീയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുകൂടി നിനക്കിങ്ങനെ വലിയേട്ടുണ്ടെന്ന് പറയാതിരുന്ന എന്താ സത്യ? അവന് വേണ്ടി ഇത്രയും കണ്ണീര് തൂകിയ നീ സ്വന്തം സഹോദരന്റെ കാര്യം ഒളിച്ചതെന്തിനാ? മിസ്റ്റർ ശ്യാം സർ, അനീത്തിക്കും അനീത്തിയുടെ ഫാമിലിക്കും വേണ്ടി നിങ്ങളുടെ അടുത്ത് സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ദേവ ആരെന്നറിയോ? സർ, പ്രപഞ്ചത്തിന് ദൈവമുണ്ടോ എന്തോ, പ്രദേശത്തിന് ദൈവമുണ്ടോ എന്തോ, എന്നാൽ ആ സദാശിവപുരത്തിനൊരു ദൈവമുണ്ട്. അവനാണ് ദേവ. വരം കൊടുക്കുന്ന ദൈവമല്ല, പ്രാണൻ കൊടുക്കുന്ന ദൈവം. ആവശ്യം വന്നാൽ പ്രാണൻ എടുക്കുന്ന ദൈവം. സർ, അവൻ വീര വെങ്കട സത്യനാരായണ, അതാണ് അവന്റെ ഫുൾ നെയിം. കിരീടം വെക്കാത്ത യുവരാജാവ്, സിംഹാസനമില്ലാത്ത ചക്രവർത്തി, ക്യാരക്ടറില് മിസ്റ്റർ ക്ലീൻ. ഇതാണ് സദാശിവപുരം. ഇത് വീരയുടെ അച്ഛൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് അദ്ദേഹം ജനങ്ങൾക്കായി വിട്ടുകൊടുത്തു. ആരെതിർക്കാൻ? ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ആരെതിർക്കാനാ? ആ വീരയാണ് അതിനെ എതിർക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യത്തിന് ആ വീര സമ്മതിക്കൂ? ജനങ്ങളുടെ പ്രയോജനമല്ല, ആ സ്ഥലം ഒഴിപ്പിച്ചെടുക്കലാണ് നമ്മുടെ ആവശ്യം. ഇതാണ് നമുക്ക് വേണ്ട സദാശിവപുരം. അടുത്ത് കാണുന്നത് ഗോദാവരി നദി. ഈ തെർമൽ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ നാട് നമ്മുടേതാവും. ഈ നദി കൂടെ വരിക്ക് വരും. പിന്നെ പോയിസനാണ് ഒഴുകാൻ പോകുന്നത്. അച്ഛനെയും അമ്മയും കാളാ വീരയ്ക്ക് നാട്ടുകാരാ വലുത്.
വീരെ ഒതുക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഡീലിന് സമ്മതിക്കുന്നു. മോനെ കഴിക്കും മോനെ. കണ്ണി ചോരയില്ലാത്തവനെ, കണ്ണു കാണാൻ വയ്യടാ നിനക്ക്. അന്നത്തെ ചെളി തെറിപ്പിച്ചില്ലേടാ, മണ്ട തെറിച്ചു പോടാ പട്ടി. എന്താണ് ധിക്കാരം പറയുന്നേ? പാവപ്പെട്ടവർ അവരുടെ നിലയ്ക്ക് നിന്നോളണം. നാവെടുത്ത് മിണ്ടാനൊരുങ്ങല്ലോ. പോടാ പോ. സ്ത്രീയാണെന്ന് കൂടി നോക്കാതെ കാർ ഓടിച്ചോടാ. പാവങ്ങളുടെ ഹൃദയ ദൈവം വീര ചോദിച്ചോളുമടാ നിന്നെ പോലെയുള്ള നീചന്മാരോടൊക്കെ. ഏയ്, ഞാൻ ആരാണെന്നറിയാമോ? വിജയ് ശ്രീനിവാസ്, സൺ ഓഫ് ലക്ഷ്മി ശ്രീനിവാസ്. ഞങ്ങൾ ചെയ്യാത്ത ബിസിനസ് ഇല്ല, ഞങ്ങൾക്കില്ലാത്ത ഫാക്ടറി ഇല്ല. അഡ്രസ് പറഞ്ഞാ നീ പിടിക്കപ്പെടും. ഇവിടെ മിസ്സായ നിന്റെ വീട് തേടി വന്ന് തൊലയ്ക്ക് ഞാൻ. എന്ത് തൊലയ്ക്കുന്നോ? വെറുതെ ആരെയും തല്ലില്ലെന്ന് ഞാൻ അനിയത്തിക്ക് വാക്ക് കൊടുത്തു പോയതാ. എന്റെ നാടിനോട് കളിക്കുന്നവരോട് ഞാൻ രാജിയാകില്ലെന്ന് അച്ഛനും വാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വാക്ക് ഞാൻ നടപ്പാക്കുക. ആണോ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. അതുപോലെ എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നീ മുന്നോട്ടൊന്ന് നോക്ക്. ഞാൻ ക്ഷമ പറയാൻ വന്നവനല്ല, ആരാന്ന് കാണിച്ചു തരാൻ നിനക്ക്. അമ്മയുടെ വിലയും ചോറിന്റെ വിലയും മനസ്സിലാകാത്ത നിനക്കങ്ങനെ പാവങ്ങളുടെ വില മനസ്സിലാവും? പാവങ്ങളുടെ കുടിലും കൃഷിസ്ഥലങ്ങളും നശിപ്പിച്ചിട്ട് നീ ഇവിടെ ഫാക്ടറി കെട്ടാൻ വന്നിരിക്കുക അല്ലടാ. നീ ആരാണത് പറയാൻ? ഈ നാട് നിന്റെ അപ്പന്റെ സ്വത്താ. അങ്ങനെയാണെങ്കിൽ നിന്റെ അപ്പന്റെ സ്വത്താ. ഞാൻ നിന്നെ ഒന്ന് അടിച്ചാലുണ്ടല്ലോ, തിരിച്ചടിക്കാന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ടാവില്ല. കത്തിയെടുക്കാന്ന് വിചാരിക്കും, എടുക്കാൻ കഴിയില്ല. അയ്യോ, എനിക്ക് ഈ നിലയൊക്കെ എങ്ങനെ വന്നുവെന്ന് നീ ആലോചിക്കും. അപ്പം മനസ്സിലാകും നിനക്ക് ജീവിക്കുന്നതിനേക്കാൾ ചാകുന്നതാ നല്ലതെന്ന്. ഇത് വീണ്ടും ആവർത്തിച്ച കൊത്തി നുറുക്കും ഞാൻ. ഔട്ട്! നിക്ക് മോളെ, നിക്ക്, ഓടല്ലേ. അവസാനമായി പറയുകയാ, ഈ കലിയുഗരമ്പ് ആഗ്രഹിച്ചത് അപ്പൊ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ചെറിയ കടലാസിലൊന്ന് ഒപ്പുവെക്കാൻ പറഞ്ഞതിന് നിനക്കെന്താടാ ഇത്രയേറെ ആലോചിക്കാനുള്ളത്? അത് 10 കോടിയുടെ ആസ്തിയാ. 10 ലക്ഷത്തിന്റെ വില വയ്ക്കുന്നത് ഒട്ടും ധർമ്മമല്ല. നിന്റെ ജീവന് 10 കോടിയാണോടാ വില? പറയടാ. ചേട്ടനെ പോലെ വിലപ്പെട്ടത്. പ്രാണനെടുക്കാനുള്ള അവകാശം എനിക്കാണുള്ളത്, എനിക്ക് മാത്രം. ഈ ബുദ്ധി നേരത്തെ ഉദിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയേനെ.
എടാ മണ്ട ശിരോമണി. ജയ് ദുർഗ. എന്റെ ഭർത്താവ് പൗരുഷമുള്ളവനാ. ചേച്ചി പറയടാ, പോയ കാര്യം എന്തായി? അത് ചേച്ചി വീര അവനോട് നീ എന്റെ അനിയനാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു ചേച്ചി. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ? ചേച്ചി, വീര നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരനല്ല. ഏയ്! എന്റെ മുമ്പിൽ വെച്ച് എതിരാളിയെ പ്രശംസിച്ച കഴുത്ത് വെട്ടിക്കളയും ഞാൻ. മറക്കണ്ട.